ഹായ് പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് തലക്കാട് പഞ്ചായത്തിൽ കാഞ്ഞിരക്കോൽ കാളപൂട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെങ്ങനക്കാട്ടിൽ മുഹമ്മദ് ഹാജിയുടെ കാളപൂട്ട് കണ്ടത്തിൽ വെച്ച് നടത്തപ്പെടുന്ന വളരെ ആവേശകരമായ കാളപൂട്ട് മത്സരമാണ്. അതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് ഈ കാളപൂട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആവേശകരമായിട്ട് ഇത് കാണാൻ വരുന്ന കാണികൾക്കും വേണ്ടി ഇതിൻ്റെ സംഘാടക സമിതിയോട് ഒരുക്കിയിട്ടുള്ളത്. മലബാർ മേഖലയിൽ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആവേശകരമായ മത്സര പരിപാടിയാണ് കാളപൂട്ട് അല്ലെങ്കിൽ പോത്തുപൂട്ട് എന്നുള്ളത്. കാഞ്ഞിരക്കോല് കാലങ്ങളായി ഇവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാളപൂട്ട് മത്സരമാണ്. അതിൻ്റെ ആവേശം നിറഞ്ഞ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിശിഷ്യ മലബാർ മേഖലയിൽ നടക്കുന്ന ഏറ്റവും പ്രധാന മത്സരം തന്നെയാണ് കാഞ്ഞിരക്കോല് മത്സരം. ഒരുപാട് തൊഴിലാളികളുമാണ് ഇതിനെ ആവേശത്തോടുകൂടി വരവേൽക്കാനെത്തിയിട്ടുള്ളത്. ഒരുപാട് മിടുക്കന്മാരായിട്ടുള്ള കാളകളെയാണ് അതിന്റെ മുതലാളിമാർ അതിന്റെ ഓണേഴ്സ് ഒരുക്കിയിട്ടുള്ളത്. അതിനെ ആവേശം പകരുന്ന കർഷക തൊഴിലാളികളാണ് അവരുടെ കൂടെ ഉള്ളത്. വളരെ ആവേശത്തോടു കൂടിയാണ് അപാലവൃത്തം ജനങ്ങളും ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല, തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് പോലും ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി, ഈ മത്സരം കാണുന്നതിന് വളരെ ആവേശത്തോടു കൂടിയ മത്സരം നടത്തുന്നത്. ആ മത്സരത്തിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്ന ട്രോഫികളുണ്ട്. വലിയ വലിയ ട്രോഫികളാണ് കൊടുക്കുന്നത്. 5 വിഭാഗം ആളുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ 5 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് വലിയ ട്രോഫികൾ നൽകുന്നതായിരിക്കും. ആ ട്രോഫികൾ ഇന്ന് വൈകുന്നേരം വരെ പക്ഷേ ആവേശത്തോടു കൂടിയിട്ട് ഇതിൻ്റെ പ്രേക്ഷകർക്ക് കണ്ടു നിൽക്കേണ്ടി വരും. ആവേശത്തോടു കൂടി 5 മണിക്ക് ശേഷം ഏകദേശം വൈകുന്നേരം മാത്രമേ ആ ഫൈനൽ മത്സരം നടക്കുകയുള്ളൂ. ഒരുപാട് റൗണ്ട് മത്സരങ്ങൾ നടക്കാനുണ്ട് എന്നാണ് സംഘാടക സമിതി പറഞ്ഞത്. അവസാനം ആ ട്രോഫിയിൽ മുത്തമിടുന്ന ആരാണെന്ന് കാത്തിരിക്കാൻ മണിക്കൂറുകൾ നമുക്ക് മുന്നിൽ ബാക്കിയുണ്ട്. ആവേശജലമായ പോരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ ആവേശത്തോടു കൂടി, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതിന് വന്ന മത്സരാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രായത്തിലുള്ള ആളുകളാണ് കൂടുതലും ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്ത തലമുറയും ഇതിലേക്ക് ആവേശത്തോട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ, ഏതാനും മണിക്കൂറുകൾ കൂടി ഇനിയും നമ്മുടെ ഈ ട്രോഫി നൽകുന്നത്, ഈ മത്സരാർത്ഥി ആരായിരിക്കും വിജയിക്കുന്നത് കാത്തിരിക്കാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ഇതിൻ്റെ 1ാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നവർക്ക് ചെങ്ങനക്കാട്ടിൽ മൊയ്തീൻ ഹാജി സ്മാരക ട്രോഫിയും അതുപോലെ തന്നെ 2ാം സമ്മാനത്തിന് അർഹനായവർക്ക് ഒരിക്കൽ കുഞ്ഞു ഹാജി സ്മാരക ട്രോഫിയും 3ാം സമ്മാനത്തിന് അർഹനായ ആളുകൾക്ക് ഇളയോടത്ത് കല്ലിങ്ങൽ സെയ്താലി ഹാജി സ്മാരക ട്രോഫിയുമാണ് നൽകുന്നത്. ആ ട്രോഫിയിൽ അതിൽ മുത്തമിടുന്ന അതിനുശേഷം 4ഉം 5ഉം സ്ഥാനങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്പോൺസർ ചെയ്ത ട്രോഫികളുണ്ട്. ഈ ട്രോഫിയിലൊക്കെ മുത്തമിടുന്ന മത്സരാർത്ഥികൾ വിജയികൾ ആരായിരിക്കുമെന്ന് കാണുന്നതിന് വേണ്ടി ഏകദേശം ഈ ഇരുട്ടാവുന്നത് വരെ, കൃത്യമായി പറഞ്ഞാൽ 5 മണി വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇതിന്റെ സംഘാടക സമിതി നമുക്കുള്ളത് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണെന്നറിയില്ല. എല്ലാവരും ആവേശത്തിലാണ് മത്സരം. ആരായാലും ഇത് വിജയിക്കുന്നവർക്ക് മുൻകൂട്ടി എന്റെ പ്രത്യേക ചാനലിന് വേണ്ടി അഭിവാദ്യം. ഓക്കെ, കുരുണിയന്മാർ പദ്ധതി ആറാക്കി നടത്തണം. അടുത്ത 42